പാണ്ഡിദേശത്തു നിന്നും ചരക്കുകൾ വാങ്ങി മലയോര ദേശമായ കടക്കലിൽ കച്ചവടം ചെയ്തിരുന്ന ഒരു വ്യാപാരി തമിഴ്നാട്ടിൽ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. ഇതിനോടകം വിവാഹിതനായ വ്യാപാരി ആ വാർത്ത മറച്ചുവെച്ച് പാണ്ഡിദേശത്തെ പെൺകുട്ടിയുടെ സമ്പത്തിൽ ആർത്തി കൊണ്ട് അവളെ വിവാഹം ചെയ്യുന്നു. അനന്തരം ഗർഭിണിയായ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി വ്യാപാരി അവളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധിതനാകുന്നു. വനത്തിലൂടെയുള്ള യാത്രാമധ്യേ നിറവയറായ അവളെ അയാൾ കൊല ചെയ്ത് ആ വിവരം രഹസ്യമാക്കി. വർഷങ്ങൾക്ക് ശേഷം തന്റെ കാളവണ്ടിയിൽ ചരക്കുമായി തമിഴ് ദേശത്ത് നിന്നും തിരികെ വരുന്ന വ്യാപാരിയെ വനമധ്യേ വഴിയിൽ വെച്ച് ഒരു അമ്മയും കുഞ്ഞും കൈ കാണിക്കുകയും തന്നെ അടുത്തുള്ള ഗ്രാമത്തിലെത്തിക്കാൻ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ അയാൾ അവരെയും കൂട്ടി യാത്ര തുടർന്നു. യാത്രാമധ്യേ കൂടെയുണ്ടായിരുന്ന കുഞ്ഞിനെ അമ്മ അരിനിരത്തും പാറയിലിരുത്തുകയും ശേഷം ഇരുവരും ആൽത്തറമുട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. നാട്ടിലെത്തിയ വ്യാപാരി കൂടെയുള്ള സ്ത്രീയെ ആരും കാണാതിരിക്കാൻ തന്റെ അറപ്പുരയിലിരുത്തി. വീട്ടിൽ പോയി മടങ്ങി വന്ന അയാളെ പ്രതികാരദാഹിയായി മാറിയ ദേവി ഉഗ്രരൂപിണിയായ പൊന്നു തമ്പുരാട്ടി അറയ്ക്കുള്ളിൽ വെച്ച് മാറുപിളർന്നു കൊലപ്പെടുത്തുന്നു. അടുത്ത പ്രഭാതത്തിൽ അറപ്പുരയ്ക്കുള്ളിൽ നിന്നും അസ്വാഭാവിക ശബ്ദങ്ങൾ കേട്ട നാട്ടുകാർ അന്നത്തെ നാട്ടുപ്രമാണിമാരിൽ വീരനായ നെട്ടൂർ കുറുപ്പിനോട് അറപ്പുര പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. വീരനായ നെട്ടൂർ കുറുപ്പ് പുരയുടെ മുകളിൽ കയറി ഓടുമാറ്റി ഒരു കണ്ണുകൊണ്ട് ഉള്ളിലേക്ക് നോക്കിയ നിമിഷം കണ്ണിലേക്കൊരു ശൂലം തറച്ചു. അസുരന്റെ മാറു പിളർന്ന് ഉഗ്രരൂപിണിയായി മാറിയ ദേവി ഉള്ളിൽ കുടികൊള്ളുന്നു. ഭയാനകമായ ആ രൂപത്തെ ഒരിക്കലും പുറം ലോകത്തോട് അകത്ത് കണ്ട കാര്യം പുറത്തു പറയരുതെന്ന് കുറുപ്പിനോട് താക്കീത് നൽകുകയും ചെയ്തു. തുടർന്ന് അറയ്ക്കുള്ളിൽ സ്വയം പ്രതിഷ്ഠയായ ദേവി പിന്നീട് തന്റെ കുഞ്ഞിനെ കാണാൻ കഴിയാതെ വരുന്നു. തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന പ്രതീക്ഷയിൽ അമ്മയെയും കാത്ത് കുഞ്ഞ് അരിനിരത്തും പാറയിൽ കുടികൊള്ളുന്നു. സഹസ്രാബ്ദങ്ങൾക്കിപ്പുറം അമ്മയെ പിരിഞ്ഞിരിക്കുന്ന മകളെ കാണാൻ കുംഭമാസ മകയിരം നാളിൽ ദേവി അരിനിരത്തു പാറയിലേക്ക് എഴുന്നള്ളുകയും മകളെ കൂട്ടി തിരികെ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതുമാണ് പോസ്റ്റ്